4ാമത്തെ ക്ലാസ്സായിട്ട് ഇവിടെ കൂടി വരുവാനായിട്ട് അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇത്രയും പേർക്ക് ഇന്ന് കൂടി വരുവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വരാതിരുന്ന പല പ്രിയപ്പെട്ടവർക്കും ഇന്ന് കടന്നു വരുവാനായിട്ട് ഇടയാക്കി. കടന്നു വരുവാനുള്ള സാഹചര്യം അവിടുന്ന് ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ചിലരെ കൂടെ ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവേ, അവർ കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വേദഭാഗം പഠിപ്പാനായിട്ട് അവിടുന്ന് നിങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് കർത്താവെ പ്രകാശിപ്പിക്കണമേ. എല്ലാം തെളിവായി ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ഞങ്ങളുടെ ബുദ്ധിയുടെ മേൽ അവിടുത്തെ ആത്മാവിൻ്റെ കർത്താവെ വെളിച്ചം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ അതിനായിട്ട് ഒരുക്കിക്കാണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെയും പരിസരത്തെയും അടിയങ്ങളെയും ഒക്കെ വിശദീകരിക്കണം. ഏകാഗ്ര ഹൃദയത്തോടെ തിരുസന്നിധിയിലായിരിക്കാനായിട്ട് സഹായിക്കണം. അടിയനെയും ശക്തീകരിച്ചാട്ട് അങ്ങയുടെ നാമം മാത്രം മഹത്വം നടത്താനിട വരുത്തണം. ക്രൂശിൻ്റെ മറവിൽ നിർത്തണം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ഒരു വരുമ്പം വേണം നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. ഇതുവരെ നമ്മൾ പഠിച്ചത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ആദ്യം 3 ക്രെഡൻഷ്യൽസ് ഇല്ലേ, യോഗ്യതകൾ, പിന്നെ 3 കൺവിക്ഷൻസ് ഓർ കൺസേൺസ്. അതുകൊണ്ട് 1-ാം അധ്യായത്തിൻ്റെ 18ാമത്തെ വാക്യം വരെ തീർന്നു. 17ാമത്തെ വാക്യം ഇതിൻ്റെ ചിന്താവിഷയമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കും. ചിന്താവിഷയത്തിലേക്ക് 17ാമത്തെ വാക്യത്തിലുണ്ട്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയം ഇവിടെ തൊട്ടങ്ങോട്ട് ആരംഭിക്കും. ഇതുവരെ പൗലോസ് തന്നെക്കുറിച്ചും തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഈ 1:18 തൊട്ട് ഈ NIV സ്റ്റഡി ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാം. 1-ാം അധ്യായത്തിൻ്റെ 16-17 റൈറ്റ്വസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നീതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിൻ്റെ നീതിയെ അവിടെ ആദ്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിട്ട് 18ാമത്തെ വാക്യം തൊട്ട് മനുഷ്യരെല്ലാം പാപികളാണെന്നുള്ളത് തെളിയിക്കുക ചെയ്യും. ആ റോമാലേഖനം പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഇത് ദൈവത്തിൻ്റെ കോടതിയിൽ, കോർട്ട് റൂം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കോടതിയിൽ മനുഷ്യനെ വിചാരണയ്ക്ക് കയറ്റി നിർത്തുന്ന ഒരു സംഭവം. ഇംഗ്ലണ്ടിൽ നിയമം പഠിപ്പിക്കുമ്പോൾ റോമൻസ് പഠിക്കണമായിരുന്നെന്നാണ് പറയുന്നത്. പഴയ കാലത്ത് റോമാലേഖനം പഠിച്ചിട്ട് വേണം. കാര്യം അപ്പോസ്തലനായ പൗലോസിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, വാദങ്ങൾ അങ്ങനെയാണ്. ദൈവത്തിൻ്റെ കോടതിയിൽ മനുഷ്യൻ നിൽക്കുന്നു. ആ കോടതിയിൽ മനുഷ്യൻ തെറ്റുകാരനാണെന്ന്, പാപിയാണെന്ന് തെളിയിക്കപ്പെടും. ആ പാപി പിന്നെന്താ ചെയ്യേണ്ടത്? ആ പാപത്തിൻ്റെ റെമഡി എന്താണ്? അതിൻ്റെ ചികിത്സ എന്താണ്? അതിന് ദൈവത്തിൻ്റെ പരിഹാരം മാർഗം എന്താണ്? അതെങ്ങനെ മനുഷ്യന് പ്രാപിക്കാം? ഇനി വായിച്ചാൽ ഇവിടെ വായിച്ചു വളരെ മൂപ്പനെ. അപ്പോൾ ദൈവത്തിൻ്റെ കോടതി മനുഷ്യൻ നിൽക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് സ്ഥാപിക്കേണ്ടത് 3-ാം അധ്യായത്തിൻ്റെ 23ാമത്തെ വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 23ാമത്തെ വാക്യത്തിൽ പൗലോസ് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. NIV-യിൽ there is no difference, for all have sinned and fall short of the glory of God. ചില ബൈബിളിൽ for all have sinned and come short of the glory of God. പാപം ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപികളാണെന്ന് പൗലോസ് അപ്പോസ്തലൻ തെളിയിക്കാൻ പോകും. ദൈവത്തിൻ്റെ കോടതിയിൽ, ദൈവന്യായാധിപനായിരിക്കുന്ന കോടതിയിൽ താൻ തെളിയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതൊരു കോർട്ട് റൂം സിറ്റുവേഷൻ. ഇവിടെ പറയുക എല്ലാവരും പാപികളാണ്. ആ എല്ലാവരും എന്നുള്ളതിൻ്റെ അകത്ത് 2 കൂട്ടർ ഉൾപ്പെടുന്നു. 2 കൂട്ടർ. ഒന്ന് ജൂ, യഹൂദൻ. മറ്റേത് ജെൻഡായി, ജാതിയിൽ നിന്നുള്ള. യഹൂദൻ അല്ലാത്തവനെല്ലാം ആരാണ്? ജാതി, പുറം ജാതി. അപ്പം ജാതികളിൽപ്പെട്ടവർ, നമ്മളെല്ലാം പുറം ജാതിക്കാർ.
ജാതികളിൽപ്പെട്ടവരും യഹൂദനും ഒന്നുപോലെ പാപിയാണെന്നാണ് ഇവിടെ തെളിയിക്കാൻ പോകുന്നത്. ഒന്നുപോലെ പാപിയാണെന്ന് അതിന് തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തെളിയിക്കാൻ പോകുന്ന കാര്യം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായിട്ട് തോന്നും. ഈ പാപം ചെയ്യുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്ന എന്താണ്? ദൈവതേജസ്. അതിൻ്റെ തെളിവ് പറയാം. ആദാമും ഹവ്വയും അവർ ദൈവ തേജസ് അവരുടെ ഉടുപ്പാൻ, അവരുടെ വസ്ത്രമാണ്. They were clothed in the glory of God. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഫയിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് നാണം തോന്നാൻ. പക്ഷെ അവർ പാപം ചെയ്തുകൊണ്ടേ അവർക്ക് ആദ്യം വന്ന വികാരം എന്താ? നാണം തോന്നി, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അപ്പോൾ ദൈവ തേജസ് അവരിൽ നിന്ന് വിട്ടുമാറും. അപ്പോൾ അതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തോന്നും. ഫോൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവ തേജസ്സിൻ്റെ കുറവ് സംഭവിച്ചു, പൂർണ്ണമായി അങ്ങ് മാറ്റപ്പെട്ടു എന്ന് പാപം ചെയ്യുമ്പം അത് എന്താ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. പാപം ചെയ്തപ്പോൾ അതെന്തോ പറ്റി? അത് വികലമായിട്ട്. എന്നാൽ ഇപ്പോഴും ദൈവത്തിൻ്റെ ഒരു സാദൃശ്യം നമ്മളിലൊക്കെ കുറച്ചെങ്കിലുമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ പരീശന്മാർ വന്ന് ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. അതിന് കർത്താവ് എന്തോ പറഞ്ഞു? അല്ല, അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. അതെന്താ? എന്നാ കൊണ്ടുവരാനാ പറഞ്ഞു? ഒരു നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ നാണയത്തിലുള്ളത് എന്താ? ആരുടെ സ്വരൂപവും മേലെഴുത്തുമാണെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഇത് കൈസറുടെ പടമാണ്, കൈസറുടെ സ്വരൂപം മേലെഴുത്താണ്. എന്നാൽ ഇത് കൈസർക്കുള്ളത്, അത് കൈസർക്ക്. പക്ഷേ കർത്താവ് പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കൊക്കെ ഒരു സ്വരൂപം മേലെഴുത്തുണ്ട്. അത് ആരുടെയാണ്? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. അപ്പോൾ ഈ നാണയം കൈസർക്കുള്ളത്, അത് പുള്ളിക്ക് കൊടുത്തേര്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ദൈവത്തിനുള്ളതാണെന്ന് കർത്താവോട് പറയുക. ഇവിടെ പൗലോസ് പറയുക, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട്. ഇനി 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞില്ല, അത് വളരെ സൂക്ഷിച്ചു. മലയാളം വേദപുസ്തകത്തിൽ അത്രയും അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. ഇവിടെ സത്യത്തെ തടുക്കുന്ന മനുഷ്യൻ, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പറയുന്നത് the men of men who suppress the truth by their wickedness. തങ്ങളുടെ ദുഷ്ടത കൊണ്ട് സത്യത്തെ അമർത്തി വച്ചിരിക്കുന്ന മനുഷ്യൻ. സത്യത്തെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ സത്യത്തെ സ്വീകരിക്കുവാൻ, സത്യം എന്താണെന്നുള്ളത് കൈക്കൊള്ളുവാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവരുടെ അനീതി കൊണ്ട് സത്യത്തെ അവർ മൂടി വെച്ചിരിക്കും. ഇന്നെല്ലാം എവിടെ ചെന്നാലും പറയും, ഞാൻ സത്യാന്വേഷണം. ഗാന്ധിജിയുടെ പുസ്തകം തന്നെ എന്തോ പറയുന്നത്, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ളതാണ്. എല്ലാവരും ഞാൻ സത്യവാനാണ്, സത്യത്തെ അന്വേഷിക്കുന്ന, സത്യം 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 എന്ന് പറയുന്നു. പക്ഷേ സത്യം മനസ്സിലാക്കിയിട്ടും സത്യത്തെ തടുത്തു വെക്കുക, സത്യത്തെ മറച്ചു വെക്കുക. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഷ്ടം. സത്യത്തെ തടുത്ത്, അപ്പോൾ അവിടെ പറയുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ഇവിടെ വാച്ച, ഇവിടെ എവിടെ ഇരിക്കാം, വാ പ്ലീസ് വാ. അപ്പോൾ സത്യത്തെ ഇവിടെ പറയുന്നത് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. എന്നിട്ട് പറയുകയാണ്, തൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരും.
ദൈവത്തെ അറിയാൻ, യഥാർത്ഥ സത്യദൈവത്തെ അറിയാൻ എത്ര മാർഗങ്ങളാവും? ദൈവത്തെ അറിയാൻ എത്ര മാർഗങ്ങളാവും? വേദപുസ്തകം ഒരു മാർഗം അല്ലേ? വേദപുസ്തകം കൈക്കെട്ടിയവർക്ക് വേദപുസ്തകം വായിച്ച് സത്യദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വേദപുസ്തകം ഇല്ലാത്ത ആളുകൾ അങ്ങനെ ദൈവത്തെ മനസ്സിലാക്കും. പ്രസംഗം കേൾക്കുന്നില്ലെന്ന് ഒരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിനെ നമ്മൾ അങ്ങ് ചന്ദ്രനെ കൊണ്ട് വളർത്തും. ഒരു മനുഷ്യനും ഇല്ലാത്തൊരു സ്ഥലത്ത് വളർത്തും. ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്ത് അങ്ങ് വളർത്തുന്നെന്ന് വെച്ചു. ഇത് നമ്മളൊരു ഇമാജിനറി സാങ്കല്പികമായ കാര്യം. എന്നാൽ പോലും ആ കുഞ്ഞ് ദൈവമെന്നുള്ള ഒരു ചിന്ത അതിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കാര്യം. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെ സോഫ്റ്റ്വെയർ ആണ്, ഇതിൻ്റെ ഡിസൈനിങ് ആണ്. അപ്പോൾ ദൈവം എന്നൊരു ചിന്ത എപ്പോഴും ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ഇതൊക്കെ സൃഷ്ടിച്ചതാരാ അല്ലേ? ഇപ്പം നമ്മൾ ഈ മേശ കണ്ടു, ഈ മേശ കണ്ടാൽ ഉടനെ എന്തോ ചിന്തിക്കുന്നു? ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച ആരെങ്കിലും കാര്യങ്ങളും. ഇവിടെ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളും നോക്കിക്കാട്ട് ഇത് തന്നെ ഉളവായി വന്നിരുന്നു. ഈ വീട്, ഈ ഫാന്, ഇവിടുത്തെ ലൈറ്റിൻ്റെ സ്വിച്ച്, ഈ ബൾബുകൾ, ഈ വാച്ച്, ഇത് ഈ കണ്ണാടി, എഴുതുന്ന പേന, ഈ ബുക്ക്, ഇതിൻ്റെ എല്ലാം പുറകിൽ അധ്വാനിച്ച കരങ്ങളും അല്ലേ? ഇതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പുറകിൽ, ഇതുണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ പുറകിൽ. അപ്പോൾ ഈ പുസ്തകം എഴുതിയത് ജിജിയുടെ പല ദിവസത്തെ പരിശ്രമം. ഈ പുസ്തകം ഒരു ദിവസം അവരുടെ അവിടെ പാർട്ടിയിൽ വലിയൊരു കാറ്റടിച്ചു. കുറേ താളുകളെല്ലാം കൂടി ഇങ്ങനെ പറന്നു വന്നു. അതിൻ്റെ കൂടെ ഒരു കാറ്റത്ത് നൂലെല്ലാം കൂടെ വന്നു. അത് തന്നെ അങ്ങൊരു പുസ്തകമായി തീർന്നെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ഇവിടെ ഈ വീട് വന്നത് പമ്പയാറ്റി കാറ്റടിച്ചു, മണലെല്ലാം പറന്നു വന്നു. എവിടുന്നോ മറ്റു ചില സാധനങ്ങളൂടെ പറന്നു വന്നു ഇവിടെ ഒരു വീടുണ്ടായെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഏത് സാധനം കണ്ടാലും അതിൻ്റെ പുറകിൽ ഒരു ബുദ്ധി, അതിൻ്റെ പുറകിൽ, ഈ പുസ്തകത്തിൻ്റെ പുറകിൽ ഒരു ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ ആക്കി തീർത്ത പലരുടെയും ബുദ്ധികൾ ഒരുമിച്ചിട്ടാണ് ഇത് സംഭവിച്ചത്. അപ്പം വേദോസ്തം വളരെ വ്യക്തമായിട്ട് പറയാം, ലോക സൃഷ്ടി മുതൽ ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്ന ഹിസ് ഇൻവിസിബിൾ ആട്രിബ്യൂട്ട്സ്, ദൈവത്തെ കാണാൻ നമുക്ക് പെട്ടെന്ന് കഴിയാത്തതുപോലും ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ ലോക സൃഷ്ടിയിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം എല്ലാവർക്കും തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുഖാന്തരമാണ്. എല്ലാ മനുഷ്യർക്കും, ബൈബിൾ കൈ കിട്ടാത്തവർക്കും എല്ലാവർക്കും ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സൃഷ്ടിയിലൂടെ. 19-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു. അത് മലയാളം വേദോസ്തത്തിൽ വായിക്കുന്നതിനേക്കാളും മലയാളം നമുക്ക് കാണാതറിയും. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. എന്തോ അവിടെ പറയുന്നു? ആകാശത്ത് നോക്കിയാൽ ഹെവൻ ഡിക്ലെയർസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാകും. ഇംഗ്ലീഷ് വേദോസ്തത്തിൽ ഞാൻ വായിക്കാം, അത് കുറച്ചുകൂടെ മനോഹരമാണ്. The heavens declare the glory of God. The skies proclaim the work of His hands. Day after day they pour forth speech. Night after night they display knowledge. There is no speech or language where their voice is not heard. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാം, ആകാശം നോക്കിയാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ മേശ നോക്കിയാൽ ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച് ഒരു ആശാരിയെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ വാച്ച് നോക്കിയാൽ ഈ വാച്ചിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച ഇതുണ്ടാക്കിയ ചില ആളുകൾ ഇതിൻ്റെ പുറകിൽ ഉണ്ട്. ഈ പുസ്തകം നോക്കിയാൽ ഇത് എഴുതിയ ഒരാളുണ്ട്, ഇത് അച്ചടിയിൽ ഉൾപ്പെട്ട ആളുണ്ട്. അപ്പോൾ ഏതിൻ്റെ പുറകിലും design speaks that there must be a designer. Creation speaks that declares that there must be a creator.
എന്താ നോക്കിയാലും അതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ട്, അതിൻ്റെ പുറകിൽ അധ്വാനിച്ച കരങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ലോകം മാത്രം നോക്കിയിട്ട് ആൾക്കാർ പറയുക ഇതിങ്ങനെ തന്നെ അങ്ങ് പൊട്ടി മുളച്ചു വന്നു, വലിയൊരു സ്ഫോടനം ഉണ്ടായി, ഒരു കഷ്ണം അടന്നു വന്നു. എവിടുന്ന് ആ കഷ്ണം വന്നതെന്നുള്ളതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. വലിയൊരു സ്ഫോടനം ഉണ്ടായി, ഭൂമി അങ്ങുണ്ടായി, അല്ലെങ്കിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും സൂര്യഗോളങ്ങളും എല്ലാം ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകലിന് വാക്ക് പൊഴിക്കുന്ന മലയാളം ദിവസത്തിൽ ഓരോ ദിവസവും ഡേ ആഫ്റ്റർ ഡേ ദി പോർ ഫോർത്ത് സ്പീച്ച് എന്നാണ്. ഓരോ ദിവസവും ഇന്ന് നേരം വെളുക്കുമ്പം ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കാണുമ്പോൾ, വൈകുന്നേരമാകുമ്പോൾ ഈ ചന്ദ്രനെ കാണുമ്പോൾ, നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഇതൊന്നും തന്നെ പൊട്ടി മുളച്ചു വന്നതല്ല, ഇതിനെ നിർമ്മിച്ചൊരു ദൈവം ഉണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്ക്. ഇവിടെയാണ് പരിണാമ സിദ്ധാന്തവും സൃഷ്ടിയുടെ സിദ്ധാന്തവും തമ്മിലുള്ള, എവല്യൂഷനും ക്രിയേഷനും തമ്മിലുള്ള വ്യത്യാസം. പരിണാമ സിദ്ധാന്തം ഒരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ വാച്ച് ഉണ്ടായത് എങ്ങനെയാണെന്ന് പരിണാമക്കാരനോട് ചോദിച്ചാൽ പരിണാമ സിദ്ധാന്തക്കാരൻ പറയും കുറച്ച് നാൾ മുമ്പ് എൻ്റെ കയ്യിലൊരു നീര് വന്നു, ആ നീര് ഒരു വശത്തോട്ട് തടിച്ചു കൂടിക്കഴിഞ്ഞ് ഒരു ദിവസം ഒരു ഡയൽ രൂപാന്തരപ്പെട്ടു, പിന്നെ അതിന് കുറേ 2-3 സൂചി വന്നു, അതിങ്ങനെ ഓടാൻ തുടങ്ങി, ഇപ്പോൾ കയ്യിലൊരു വാച്ചായി. പരിണാമ സംഭവത്തിലൂടെ വാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ കാറ്റടിച്ചു, മണൽ പറന്നു വന്നു, എങ്ങാണ്ട് സിമെൻറ്റ് വന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ വന്നു, അങ്ങനെ നമുക്ക് കൊല്ലത്തിനെ കുറിച്ച് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എല്ലാറ്റിൻ്റെയും പുറകിൽ ഒരു സൃഷ്ടിതാവും, ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ അതിനൊരു ഡിസൈനറുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പുറകിൽ വലിയൊരു ബുദ്ധി, വലിയൊരു ശക്തി ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് പ്രവർത്തിച്ച് ഇതിൻ്റെ നിർമ്മാതാവ്, ഇതിൻ്റെ സൃഷ്ടിതാവ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയൊരു ദൈവം ഇതിൻ്റെ പുറകിലുണ്ടെന്ന്. അതുകൊണ്ട് പറഞ്ഞ് പകലിന് വാക്ക് പഠിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല. സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ അത് വിളിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശബ്ദം ഒന്നും കേൾക്കത്തില്ല, പക്ഷെ അത് ശബ്ദമില്ലാത്തൊരു ഭാഷയിലൂടെ സംസാരിക്കുക. എനിക്കൊരു സൃഷ്ടിതാവുണ്ട്, എന്നെ അതിൻ്റെ സ്ഥാനത്ത് നിർത്തുന്നൊരു. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു, സൂര്യൻ്റെ നേരെ ഒരു വാൽനക്ഷത്രം വന്നു, കുറച്ച് കഴിഞ്ഞപ്പം കണ്ടില്ല. ഹബിൾ ടെലസ്കോപ്പിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുക, എന്താ പറ്റി? സൂര്യന് നേരെ വന്നു, സൂര്യൻ അങ്ങ് വിഴുങ്ങിയ പോലെ ഉരുകിപ്പോയി. ഇത്രയും ദൂരത്ത് താമസിച്ചിട്ട് ചൂട് നമുക്ക് സഹിക്കാൻ വയ്യ. ഇപ്പോൾ അടുത്ത് എന്നാലും അതുകൊണ്ടാണല്ലോ വീനസിലോട്ടൊന്നും പോകാതെ ചൊവ്വയിലോട്ട് പോകും. അടുത്ത് പോയാൽ ചൂട് കൊണ്ടങ്ങ് ഉരുകിപ്പോകും. അകന്ന് പോയാൽ ഈ പ്ലാനറ്റോറിയത്തിൽ പോയാൽ, പോയിട്ടുണ്ടോ പ്ലാനറ്റോറിയത്തിൽ? അവിടെ പറയും ഭക്ഷണം 1/2 സെക്കൻഡ് കൊണ്ടോ 4 സെക്കൻഡ് കൊണ്ടോ കുക്ക് ചെയ്ത് കിട്ടും, ബട്ട് ദ ഫുഡ് വിൽ ബി കുക്ക്ഡ് അലോങ് വിത്ത് യു എന്ന് പറയും. ഫുഡ് മാത്രമല്ല, കൂടെ പോകുന്ന പുള്ളി കുക്ക് ചെയ്യപ്പെടും. ഇത്രയും ചൂട്. ഇതിനെ കൃത്യസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ആരാ? 1 സെൻറ്റിമീറ്റർ മുൻപോട്ട് വന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1/2 ഡിഗ്രിയോ 1/4 ഡിഗ്രി ചരിഞ്ഞായിരുന്നെങ്കിൽ അടയാറമുള എന്ന് പറയുന്ന പ്രദേശം അന്റാർട്ടിക്ക പോലായി തീർന്നു. ഇച്ചിരി കൂടെ ഇങ്ങോട്ട് തിരിഞ്ഞായിരുന്നെങ്കിൽ താർ മരുഭൂമി പോലായി. ആരാ ഇതിനെ കൃത്യസ്ഥാനത്ത് നിർത്തുന്നത്? ഇതിൻ്റെ പുറകിലൊരു ബുദ്ധിയില്ല. എത്രയോ മനുഷ്യരുടെ ബുദ്ധി ഒരുമിച്ചിട്ടിട്ടാണ് മാഴ്സിലേക്കൊരു, ഇനി അടുത്ത സെപ്റ്റംബറിലെ അതങ്ങ് ചെന്ന് പറ്റത്തുള്ളൂ. അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാം കണ്ടുപിടിക്കുന്നതും എത്ര നാൾ കൂടിയാണ് അവർ ചെന്ന് പറ്റാൻ ഓരോന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിയിലൂടെയും എല്ലാ സൃഷ്ടികളും വിളിച്ചു പറയുകയാണ് എന്നെ നിർമ്മിച്ച, എന്നെ സൃഷ്ടിച്ചൊരു ദൈവം. ഈ പ്രകൃതിയെ മുഴുവൻ നോക്കുമ്പം, ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ, ഈ ചരാചരങ്ങളെ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ ഞാൻ ഓർക്കായിരുന്നു ഈ സുനാമി വന്നപ്പോൾ ഇന്തോനേഷ്യയുടെ അങ്ങേ തീരത്തെങ്ങാണ്ട് ഭൂമിക്കടിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, തിരമാല പൊങ്ങി
വന്ന് എവിടെല്ലാം വന്നു. ഇവിടെ ഓച്ചിറ വള്ളിക്കാവിലും ഇവിടെയും ആലപ്പുഴ വന്നു, എവിടെല്ലാം വന്നു. അവസാനം ഇവിടെ വന്ന് ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്ത് വരച്ചു. ഏതാണ്ട് 6000 മൈൽ അപ്പുറം വരെ ഈ തിരമാലകൾ പോയി. എത്ര മോട്ടോർ വെച്ച് അടിച്ചാൽ അവിടെ ചെല്ലും ഈ വെള്ളം. ഇതിൻ്റെ ഒക്കെ പുറകിൽ ഇതിനെ നിയന്ത്രിക്കുന്ന, ഇതിനെ ഭരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. പക്ഷെ ഒരു ദൈവത്തെക്കുറിച്ചുള്ളത് മുഴുവൻ നമുക്ക് വെളിവാണ്. അതെല്ലാം മനുഷ്യൻ വെളിവാണ്. ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസൽമാനെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വംശജനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇന്ത്യക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും ദൈവം ഒരുപോലെ തൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൈവത്തിൻ്റെ ശക്തിയും ദിവ്യത്വവുമായി അല്ലേ ഇവിടെ പറയുന്ന ഹിസ് ഇറ്റേണൽ പവർ, അവൻ്റെ അത് ദിവ്യശക്തിയും ദിവ്യത്വവുമായി തൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. എല്ലാ മനുഷ്യൻ്റെയും ബുദ്ധിക്ക് തെളിവായി. അതുകൊണ്ടാണ് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും മനുഷ്യൻ ദൈവമേ എന്ന് വിളിക്കുന്നു. എത്ര ദൈവമില്ലെന്ന് പറയുന്നവൻ്റെയും അകത്ത് ഒരു ബോധമുണ്ട്, ഇല്ലെന്നങ്ങ് നിഷേധിച്ചാലും. ഞാനൊരു യുക്തിവാദിയാണെന്ന് പറയും ഇപ്പോൾ അല്ലേ. പണ്ടൊക്കെ നിരീശ്വരവാദി എന്നായിരുന്നു പറയുന്നത്. ഇപ്പം അത് പറയുന്നില്ല, ഞാൻ യുക്തിവാദി. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഈശ്വരൻ ഇല്ലെന്ന് വിശ്വസിക്കുന്നവനാണ് നിരീശ്വരവാദി. യുക്തിവാദി എന്ന് പറഞ്ഞാലും എൻ്റെ യുക്തിയിലും എൻ്റെ ബുദ്ധിയിലും തെളിഞ്ഞു വരുന്നതേ ഞാൻ വിശ്വസിക്കത്തുള്ളെന്നേ പറയുന്നു അല്ലേ. എൻ്റെ ബുദ്ധിക്കും യുക്തിക്കും തെളിയാത്ത എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. ഇപ്പോൾ നമുക്കറിയാം ഡോക്ടർമാർ അല്ലേ, പല്ലിനൊരു ഡോക്ടർ, കണ്ണിനൊരു ഡോക്ടർ, ഹാർട്ടിനൊരു ഡോക്ടർ, കിഡ്നിക്കൊരു ഡോക്ടർ. കിഡ്നിക്ക് തന്നെ വേറെ വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലേ, നെഫ്രോളജിയോ. പിന്നെ അതിൻ്റെ എത്രയും ആ ഏരിയ ഓഫ് സ്റ്റഡി അങ്ങ് കുറച്ചു കൊണ്ടുവരും അല്ലേ. ആൻ എക്സ്പേർട്ട് ഈസ് ദ വൺ ഹൂ നോസ് സോ മെനി തിങ്സ് അബൌട്ട് ഫ്യൂ തിങ്സ് എന്നാണ്. ഒത്തിരി കാര്യങ്ങൾ, കുറച്ച് കാര്യത്തെക്കുറിച്ച് അറിയുന്നവനെ എക്സ്പേർട്ട് എന്ന് പറയുന്നത്, സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കും. ഇപ്പോൾ ഇവരുടെ ഡോക്ടർ ശാഖയിൽ തന്നെ ഓരോന്നിനും പ്രത്യേക വിഭാഗങ്ങളായില്ലേ, ഓർത്തോഡോണ്ടിസ്റ്റ് എല്ലാം. പിന്നെ കാര്യം അങ്ങനെ പഠിച്ചെങ്കിലേ അതിൻ്റെ അകത്ത് മിടുക്കനാകാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ എല്ലാം അറിയാവുന്ന ആരുണ്ട്? ആരുടെ ബുദ്ധിയിൽ ഇത് ഒതുങ്ങും? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ബുദ്ധിയെ അളക്കാൻ ഈ കൊച്ചു ബുദ്ധി കൊണ്ട് വല്ലതും ആകുമോ? പക്ഷെ ദൈവം എല്ലാവരുടെയും ബുദ്ധിക്ക് തെളിവായിട്ട് ദൈവം തൻ്റെ അദൃശ്യ ശക്തിയും ദിവ്യത്വവുമായി തൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ അവരുടെ ബുദ്ധിക്ക് തെളിവായിട്ട് വെളിപ്പെട്ടു വരുന്നു. എന്നിട്ട് പറയുന്ന അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ. ഇംഗ്ലീഷ് വേദോസത്തിൽ പറയുന്നത് സോ ദാറ്റ് മെൻ ആർ വിത്തൗട്ട് എക്സ്ക്യൂസ്. ദൈവമില്ലെന്ന് ആർക്കും പറയുവാൻ ദൈവം അവസരം കൊടുക്കുന്നില്ല. എല്ലാവർക്കും അത് തെളിവായിട്ടുണ്ട്. എല്ലാവരുടെയും ബുദ്ധിയിൽ ദൈവത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ദൈവം ഈ സൃഷ്ടിയിലൂടെ പറഞ്ഞു വരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ച കുഴപ്പമില്ല. താഴോട്ട് വരുമ്പം 21-ാമത്തെ വാക്യം, ദൈവം ഇങ്ങനെ എല്ലാവർക്കും തന്നെ വെളിപ്പെടുത്തിയിട്ടും ഫോർ ഓൾദോ ദേ ന്യൂ ഗോഡ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദേ നൈദർ ഗ്ലോറിഫൈഡ് ഹിം ആസ് ഗോഡ്, അവർ ദൈവത്തെ മഹത്വീകരിക്കുകയോ പിന്നെ നോർ ഗേവ് താങ്ക്സ് ടു ഹിം, അവന് നന്ദി കരയിപ്പിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിട്ട്. ഒരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും സകലത്തെയും സൃഷ്ടിച്ച, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണെന്നറിയില്ല, ഒരു പ്രകാശവർഷത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാണ്. ഒരു സെക്കൻഡിൽ പ്രകാശം എത്ര കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്? ഒരു സെക്കൻഡ് 3 ലക്ഷം കിലോമീറ്റർ, അല്ലെങ്കിൽ 1,86,000 മൈൽ. ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നത് 1,80,00,000 കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന വീണ്ടും അതിനെ 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒരു ദിവസം സഞ്ചരിക്കുന്ന വീണ്ടും അതിനെ 24 കൊണ്ട് ഗുണിക്കണം. ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം കാണണമെങ്കിൽ അതിനെ വീണ്ടും 365 കൊണ്ട് ഗുണിക്കണം. ഗുണിക്കുമ്പോൾ ഒരു വലിയൊരു എത്ര 10⁻⁸ ഏതാണ്ട് ഒരു അത്രയും ഇത് കിട്ടും. പ്രകാശം 10⁻⁸. പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമിയെ വലം വെക്കുമെന്നാണ് അല്ലേ. ഒരു സെക്കൻഡ് കൊണ്ടോ 2 സെക്കൻഡ് കൊണ്ടോ ഭൂമിയെ വലം. പക്ഷേ ഇന്ന് നമുക്കറിയാം ചില നക്ഷത്രങ്ങളുടെ പ്രകാശം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല.
എത്രയോ പ്രകാശ വർഷങ്ങൾ അപ്പുറത്താണ് അനേക നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നത്. ഈ ദൈവത്തെ അറിയാനായിട്ട് മനുഷ്യനാകെയുള്ളത് ഈ കയ്യുടെ ചുരുട്ടിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു തലച്ചോറ്. ഇത്രയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച വലിയവനായ ഒരു ദൈവത്തെ അറിയാൻ ഈ കൊച്ചു ബുദ്ധി കൊണ്ട് വല്ലതുമാവും. നമുക്ക് കാണുന്നതിനെ കുറിച്ച് മാത്രം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു മലയാള കവി പണ്ട് പാടിയത്, അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിൻ്റെ കോണിൽ എങ്ങോ ഇരുന്നൊരു മനുഷ്യൻ കഥ എന്തറിവും. ഈ ലോകഗോളം തിരിയുന്നത് കൊച്ചുദേശി കൊണ്ട് പാടി, കോടാകോടി ഗോളം എല്ലാം ചമച്ചവൻ എല്ലാറ്റിനും വേണ്ടത് എല്ലാം നൽകി. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ കുറിച്ചിട്ടു. ഇത്രയും വലിയവനായ ഒരു ദൈവത്തെ, ഈ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി തന്നിട്ടും അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വീകരിക്കുകയോ അവന് നന്ദി കരയറ്റുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളിൽ വെറും മണ്ടന്മാരായിട്ട് തീർന്നു, വെറും ഫൂളിഷായിട്ട് തീർന്നു. അല്ലേ അവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ. എന്നിട്ട് അവർ കാണിച്ചത് എന്താ? ഓൾദോ ദേ ക്ലെയിം ടു ബി വൈസ്, അവർ ജ്ഞാനികളെന്ന് അവർ പറഞ്ഞിട്ടും അവർ അവകാശപ്പെട്ടിട്ടും ദേ ബിക്കെയിം ഫൂൾസ്, അവർ മൂഢരായി പോയി. ആൻഡ് എക്സ്ചേഞ്ച് ദ ഗ്ലോറി ഓഫ് ദ ഇമ്മോർട്ടൽ ഗോഡ് ഫോർ ഇമേജസ് മെയ്ഡ് ടു ലുക്ക് ലൈക്ക് മോർട്ടൽ മാൻ ആൻഡ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് റെപ്റ്റൈൽസ്. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജന്തു എന്നിവയുടെ രൂപസാദൃശ്യമാക്കി. ഇത് മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ ഈ സൃഷ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കും, ഒരു കല്ലെടുത്ത് വെക്കും, അതിൻ്റെ രൂപം കൊത്തി ഉണ്ടാക്കും, എന്നിട്ട് പറയും ഇതാണ് ദൈവം. ഇനിയും കല്ലും തടിയും മണ്ണും കൊണ്ട് ദൈവത്തെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തെ എടുക്കും. കുരങ്ങിനെ ആരാധിക്കുന്നവരുണ്ട്, അല്ലേ? പിന്നെ എലിയെ ആരാധിക്കുന്നവരുണ്ട്, പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട്, പശുവിനെ ആരാധിക്കുന്നവരുണ്ട്. ഈ സൃഷ്ടിയിൽപ്പെട്ട എല്ലാത്തിനെയും ആരാധിക്കും, അല്ലേ? തങ്ങൾക്ക് പേടിയുള്ളതിനെ പലതിനെ ആരാധിക്കുന്നു. സൂര്യനെ ആരാധിക്കുന്നവരുണ്ട്, ചന്ദ്രനെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാറ്റിനും ദൈവത്തിൻ്റെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളയും. അതാണ് അവർ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ തങ്ങളുടെ നിരൂപണങ്ങളിൽ മൂഢരായിട്ട് സൃഷ്ടിയേക്കാൾ അധികം സൃഷ്ടാവിനെ ഭജിച്ചു. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന് 18-21 വരെയാണോ എന്ന് ചോദിച്ചാൽ, യെശയ്യാവ് 40-18-21. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? മൂശാരി വിഗ്രഹം വാർക്കുന്നു, തട്ടാൻ പൊന്നുകൊണ്ട് പൊതിയുകയും അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ദ്രവിച്ചു പോകാത്ത ഒരു മരക്കന്നം തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം കൊത്തിയുണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ ഇവിടെ പറയുന്നത് എന്തുവാ? ചിലരാണെന്നുണ്ട് നിങ്ങൾ ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും. ഒരു പ്രതിമയെ കൊണ്ടുവച്ചിട്ട് ഇത് ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. മൂശാരി വിഗ്രഹം പാർക്കുന്നു, തട്ടാൻ പൊന്നുകൊണ്ട് പൊതിക്കുകയും അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു. ഇങ്ങനൊരു പ്രതിഷ്ഠ സ്വർണവും വെള്ളിയും കൊണ്ടൊന്നും ഉണ്ടാക്കാൻ വകയില്ലാത്തവൻ പിന്നെ എന്നെ എടുക്കും? തടി കൊണ്ട് ഒരു മരക്കണ്ടം തിരഞ്ഞെടുക്കുന്നു, ഇളകാത്തൊരു വിഗ്രഹം കൊത്തിയുണ്ട്. അവനവൻ്റെ കയ്യിലെ വകുപ്പ് പോലെ സ്വർണം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നവൻ സ്വർണം കൊണ്ടുണ്ടാക്കുന്നു, വെള്ളി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നവൻ വെള്ളി കൊണ്ടുണ്ടാക്കുന്നു. ഇനി ഇതിനൊന്നും വകയില്ലെന്നുണ്ടെങ്കിൽ ഒരു തടിക്കഷ്ണം കൊണ്ട് ഒരു ദൈവത്തെ, ഒരാശാരിയെ കൊണ്ടുണ്ടാക്കുന്നു. എന്നാൽ വലിയവനായ ദൈവത്തെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? ഈ വലിയവനായ ദൈവത്തെ അവരറിഞ്ഞിട്ടും വേറൊരു ഭാഗത്തും യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഒരു മരം കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വരും, വെട്ടിക്കൊണ്ട് വന്നിട്ട് അത് രണ്ടായിട്ട് മുറിക്കുന്നു. ഒരു മുറി കൊണ്ട് ഒരു മുറി വെട്ടിക്കീറി വിറക് എടുത്തിട്ട് അത് ഇറച്ചി ചുട്ടതിന്,
മറ്റേ കഷ്ണം മുറി കൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കും. രണ്ടും ഒരു മരത്തിൻ്റെ ഭാഗം തന്നെ. ഒന്ന് വിറകായിട്ട് ഉപയോഗിച്ചു, ഒന്ന് ദൈവമായിട്ട് ഉപയോഗിച്ചു. മനുഷ്യൻ്റെ അശോകം നട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് പറയുന്നു. അപ്പം ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തെ മറ്റേതിനോടെങ്കിലും ഉപമിക്കുന്നത്. സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നിനോടും, ഇമ്മോർട്ടൽ ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവം, തന്നെയുമല്ല ക്ഷയം സംഭവിക്കാത്ത ദൈവം, ആ ദൈവത്തെ മറ്റൊന്നിനോട് ഉപമിക്കാത്തത് ദൈവം ഏറ്റവും. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞത് യാതൊന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. ഒന്നാമത്തെ കൽപ്പന എന്താ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഒന്നിൻ്റെയും പ്രതിമയും അരുത്. ഇതിൻ്റെ അകത്ത് എന്താ കാര്യം? ഇത് മാത്രമല്ല, മനുഷ്യൻ പട്ടികയും പാമ്പിനെയും പശുവിനെയും മാത്രമല്ല ആരാധിക്കുന്നത്, ഇപ്പം മനുഷ്യനെ ആരാധിക്കുന്നുണ്ട് അല്ലേ? മരിച്ചു പോകുന്ന മനുഷ്യൻ, ക്ഷയമുള്ള മനുഷ്യൻ, ആ മനുഷ്യനെ ചെന്ന് ദൈവമായിട്ട് ആരാധിക്കും. എന്താ ഇതിൻ്റെ പ്രശ്നം? ഞാൻ ഇത് ഇപ്പം ഇതിൻ്റെ അകത്തിടുന്നതിന് കുഴപ്പമില്ലായിരിക്കും, എന്നാലും ഞങ്ങളുടെ വല്യപ്പച്ചൻ, അതായത് സാജുവിൻ്റെ പപ്പായുടെ എൻ്റെയൊക്കെ വല്യപ്പച്ചൻ, ഞാൻ ജനിക്കുന്നതിന് 2 ദിവസം മുമ്പ് മരിച്ചു പോയത്.